നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1991 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ, അത് വളരെ വൈകിയാണ് വരുന്നത്, പ്രചാരണത്തിനെത്തുന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയിൽ മാലയിടുന്നു. ധാരാളം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അദ്ദേഹം പരവതാനിയിലൂടെ സ്റ്റേജിലേക്ക് നടക്കുന്നു പ്രസംഗിക്കാനായി. അപ്പോൾ ഈ തിരക്കിനിടയിൽ നിന്ന് ഒരു പെൺകുട്ടി മാലയുമായിട്ട് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഗാർഡിലുള്ള ഒരു സ്ത്രീ തള്ളി മാറ്റുന്നു. പക്ഷേ രാജീവ് ഗാന്ധി അടുത്തേക്ക് വിളിക്കുന്നു. ഇവൾ വരുന്നു, മാലയിടുന്നു, പാദത്തിൽ നമസ്കരിക്കാനെന്ന വ്യാജേനെ അദ്ദേഹത്തെ കുനിയുന്നു. പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാകുകയാണ്. 15ഓളം പേര് മരിച്ചു വീഴുന്നു. കോൺഗ്രസിൻ്റെ ജാതകം തിരുത്തിയൊരു മരണമാണ് രാജീവ് ഗാന്ധിയുടെ മരണം. പക്ഷേ ആ മരണത്തിൽ നമ്മൾ LTT ആണ് കൊന്നതെന്ന് പറയുന്നെങ്കിലും അന്നും ഇന്നും ഒട്ടേറെ ദുരൂഹതകളുണ്ട്. എന്താണ് പ്രശാന്ത് ഏട്ടൻ്റെ അഭിപ്രായം? ജോൺ റിച്ചാർഡ് പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് പോയിന്റുകളുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് നടത്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ, നമ്മളതുകൊണ്ട് ഇപ്പോൾ ചർച്ചയ്ക്ക് വെച്ചത്. അതെ അതെ. 2, കോൺഗ്രസിൻ്റെ ജാതകം തിരുത്തിയ ഒരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിൻ്റെ സുരക്ഷ വളരെ കൃത്യമായിട്ട് കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ മരണത്തിനകത്ത് അന്നേ ദുരൂഹമാണ് മരണം. ഞാൻ പറഞ്ഞ പോലെ വളരെ വൈകാരികമായിട്ടുള്ള സാധനം. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു, നമുക്ക് സങ്കടമുണ്ട്. അദ്ദേഹം അമ്മയുടെ കഴുത്തിൽ മാലയിട്ട് പുഷ്പാർച്ചന നടത്തി സ്റ്റേജിലോട്ട് കയറിപ്പോകുന്ന സമയത്താണ് സംഭവിക്കുന്നത്. അതായത് പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ചാവേർ വന്ന് മാലയിടുന്നു, കാലിൽ തൊട്ട് തൊഴാനുള്ള വ്യാജേന, അത് അതിൻ്റെ പൊസിഷനിങ്, ബോംബ് പൊസിഷനിങ് ചെയ്ത, അപ്പോൾ അത് സംഭവിക്കുന്നു. ഇത് ദുരൂഹമാണ്. അന്ന് മാധ്യമങ്ങളൊന്നും ഇത്രയും ഇതല്ലാത്തത് കൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ആ ചർച്ച വന്നില്ല. പക്ഷേ രാജീവ് ഗാന്ധി അന്ന് മരിച്ചാൽ ആർക്ക് ഗുണമാകും എന്നുള്ള ഒരു ചർച്ച അന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടയിൽ വന്നു. പക്ഷേ ആ മരണ സമയത്ത് പ്രതിപക്ഷത്ത് ശക്തമായിക്കൊണ്ടിരുന്ന BJP ആയിരുന്നു. BJP 2 ഘട്ടമായിട്ടായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. 2 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് വളരെ പുറകിലായിരുന്നു. അത് എണ്ണിക്കഴിഞ്ഞപ്പോൾ പിന്നെ ബോധ്യപ്പെട്ടതുമാണ്. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പര്യടന സമയത്താണ് രാജീവ് ഗാന്ധിക്ക് ഇത് സംഭവിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ആ മരണത്തെ അന്ന് വേറെ ചിലരിലേക്ക് കൃത്യമായ പ്രചരണത്തിന് പിന്നെ കോൺഗ്രസ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പിന്നാണ് ഈ രീതിയിൽ ആ പെട്ടെന്നുള്ള ആ സമയത്ത് ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല. രാജീവ് ഗാന്ധിയുടെ മരണം അതൊരു വലിയ വികാരമാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ. നെഹ്റു കുടുംബം ഇന്ത്യയുടെ എന്തൊക്കെയാണെന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നത് കൊണ്ട് 55 കൊല്ലം ഇവിടുത്തെ ജനതയെ കൃത്യമായിട്ട് കബളിപ്പിച്ച് ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിനകത്ത് അവർ ഉപയോഗിച്ചത് ഗാന്ധിജിയുടെ പേര് ഉപയോഗിച്ചു. അതും കബളിപ്പിലായിരുന്നു. ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യന് താഴെ ഗ്രാമങ്ങൾ കണ്ട് ഇന്ത്യയെ കണ്ട ഒരു മനുഷ്യനാണ് ഗാന്ധി. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകണം, എന്നിട്ട് ഇന്ത്യയെ അറിയണമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇപ്രാവശ്യം ജോഡോ യാത്ര നടത്തിയത് രാഹുൽ ഗാന്ധി ഗ്രാമങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ആ മനുഷ്യനെ ഫിറോസ് ഗണ്ഡി എന്ന് പറയുന്ന ഒരു ആളായിരുന്നല്ലോ ഈ നമ്മുടെ രാജീവിൻ്റെ അമ്മയുടെ ഭർത്താവ്, രാജീവിൻ്റെ അച്ഛൻ, ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ്. ആ പേര് ഗണ്ഡി എന്നുള്ള പേര് കാലക്രമേണ ഗാന്ധിയാക്കി. ഇപ്പോൾ ഏറ്റവും അവസാനം റോബർട്ട് വധേര ഗാന്ധി വരെയായി. മനസ്സിലാവുന്നു? ആ പേര് ഇപ്പോഴും ഉപയോഗിച്ച് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു കുടുംബമാണ് ഞാൻ അത് പറയുന്നത്. അപ്പം അന്ന് എന്നും കോൺഗ്രസ് ഈ 55 കൊല്ലം ഭരിച്ചപ്പോൾ ഉള്ള മരണങ്ങളെല്ലാം ദുരൂഹമാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മരണം ഉൾപ്പെടെ ദുരൂഹമാണ്. ഇന്നും പല ചർച്ചകളുണ്ട്. എല്ലാം വിരളിച്ചു കൊണ്ടുന്നത് നെഹ്റു ഉൾപ്പെടെയുള്ളവരുടെയും പിന്നെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെയും ഏറ്റവും അവസാനം രാജീവ് ഗാന്ധിയുടെ മരണം വേറെ ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. നമ്മളതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് ആ പേരുകൾ എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ അന്ന് 1ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോയ കോൺഗ്രസ് 1984 ഈ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിലൂടെ അതുവരെ പ്ലെയിൻ പറത്തിക്കൊണ്ടിരുന്ന ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. ആ പ്രധാനമന്ത്രി 3/2 ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 404 സീറ്റിൽ അദ്ദേഹത്തെ ഇവിടുത്തെ ജനം, അതും ഇന്ദിരാഗാന്ധിയുടെ മരണം വളരെ കൃത്യമായിട്ട് ആ ഒരു വികാരവും അന്ന് ഉപയോഗിക്കാൻ കോൺഗ്രസ്
മറന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ മരണം ആണ് ഈ 404 സീറ്റിലേക്ക് കോൺഗ്രസിനെ രാജീവ് ഗാന്ധി എത്തിച്ചത്. പക്ഷേ ആ ഭരണം മോശമായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു. ജനത്തിന് വിരക്തി ഉണ്ടായി. അപ്പം വീണ്ടും ഈ പറഞ്ഞ സമയത്ത് അദ്ദേഹം കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ആണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിൽ ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിക്കുന്ന വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ജനം ഒരു അപാര സൗന്ദര്യമുള്ള മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തെ അന്ന് കോൺഗ്രസിൻ്റെ താല്പര്യപ്രകാരം കൊല ചെയ്യപ്പെട്ടു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് കുറ്റം പറയാനൊക്കത്തില്ല. കാരണം ഒട്ടേറെ ദുരൂഹതകൾ ഈ മരണം സംബന്ധിച്ചുണ്ട്. ഒന്ന്, ഈ 2 തവണ അന്നത്തെ ഗവർണർ 2 തവണ ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട് ഇവിടെ വരരുത്, സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് വകവയ്ക്കുന്നില്ല. പൊതുവേ രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുരംഗത്ത് നിൽക്കുന്നവർ അത്തരം കാര്യങ്ങൾ വകവയ്ക്കാറില്ല. പിന്നെ 2 കമ്മീഷനുകൾ വന്നിട്ട് അതിനകത്ത് ജെയിൻ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ ജെയിൻ കമ്മീഷൻ പറയുന്നത് 10 കോടി ഈ ചന്ദ്രസ്വാമി 10 കോടി ഈ രാജീവ് ഗാന്ധി വധത്തിന് വേണ്ടിയിട്ട് മുടക്കി എന്ന് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ്, ഒരു പത്രത്തിൽ ഈ റിപ്പോർട്ട് ചോർന്നപ്പോഴാണെന്ന് ഗുജറാളാണെന്ന് പ്രധാനമന്ത്രി ഐക്യ ഗുജറാൾ കുറച്ച് ദിവസം കരുണാനിധിക്കും പങ്കുണ്ട് എന്ന് ഈ ജെയിൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് കോൺഗ്രസ് ഈ സാധാരണ ഇത്തരം മരണങ്ങൾ നടക്കുമ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ പൂഴ്ത്തി വയ്ക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഗുജറാളിന് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ, അത് ഗവൺമെന്റിന് വരെ രാജീവ് ഗാന്ധിയുടെ മരണത്തിന്റെ റിപ്പോർട്ട് കാരണം മന്ത്രിസഭ ഈ റിപ്പോർട്ടെന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരാണ്. റിപ്പോർട്ടുകളും നമുക്ക് അത്തരത്തിൽ അങ്ങ് വിശ്വസിക്കുകയൊന്നും വേണ്ട. ഈ പല റിപ്പോർട്ടുകളും ഗവൺമെന്റ് എന്തുകൊണ്ട് പുറത്ത് കൊണ്ടുവരുന്നില്ല? നിങ്ങൾക്കറിയാം, ഈ രാജീവ് ഗാന്ധിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇസ്രായേലിന്റെ മൊസാദ് റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ. ഒന്ന് ഇപ്പോഴും ഗവൺമെന്റിന്റെ വെളിയിൽ വിടാത്ത രാജീവ് ഗാന്ധിയുടെ മരണം ഒരിക്കലും LTT നടത്തിയിട്ടില്ല. LTTക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. LTT എന്ന് പറയുന്ന സംഘടനയെ പറ്റി ബോധ്യമുണ്ടല്ലോ ജോണിന്. ഏത് മരണവും അവർ ഏറ്റെടുക്കും അവർ ചെയ്തു കഴിഞ്ഞാൽ. പക്ഷേ രാജീവ് ഗാന്ധിയുടെ മരണം വരെ ഇന്ന് വരെ LTT ഏറ്റെടുത്തിട്ടില്ല. ആ രാജീവ് ഗാന്ധിയുടെ മരണം അന്ന് വിവാദമായതാണ്. ഈ മൊസാദിൻ്റെ ഔദ്യോഗികമായിട്ട് വെളിവിട്ടിട്ടില്ല. മരണം അതിനകത്ത് കോൺഗ്രസ്സുകാർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ട് വന്നതാ. അതൊക്കെ ഈ മർമറിംഗ് ക്യാമ്പയിൻ പോലെ വന്നതാ. അപ്പം ഈ ഒരു റിപ്പോർട്ട് ഈ ചന്ദ്രസ്വാമിയുടെ പേരിലും അല്ലെങ്കിൽ വേറെ കരുണാനിധിയുടെ പേരിലും ഒക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. സാധാരണ ഒരു കോൺഗ്രസിന്റെ നേതാവ് ഒരു പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. ഏതൊരു പരിപാടിക്കും സ്റ്റേജിൽ ഇടിച്ചു കയറി ആ സ്റ്റേജ് മറിച്ചിടുന്ന കോൺഗ്രസ് അന്ന് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് വന്നപ്പോൾ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള മൂപ്പനാരില്ലായിരുന്നല്ലോ? ആ പ്രദേശത്തെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാരുമില്ലായിരുന്നല്ലോ. രാജീവ് ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മാത്രം കൊല്ലപ്പെടുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ആരുമില്ല. പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുമാണ്. അപ്പം 8 കിലോമീറ്റർ അപ്പുറം മൂപ്പനാരെ നിൽക്കണമെങ്കിൽ ഇതിനകത്ത് വേറെ ആരെങ്കിലും ചന്ദ്രസ്വാമി ഓപ്പറേറ്റ് ചെയ്താലും കരുണാനിധി ഓപ്പറേറ്റ് ചെയ്താലും മൂപ്പനാർ മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അത് വേറെ എന്തെങ്കിലും താല്പര്യത്തിനകത്ത് ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നതായിരിക്കും. ഇതിലെ ജസ്റ്റിസ് JS വർമ്മയുടെയാണ് ആദ്യത്തെ കമ്മീഷൻ റിപ്പോർട്ട്. അദ്ദേഹം അതിനകത്ത് വ്യക്തമായിട്ട് 1992 സമർപ്പിച്ച റിപ്പോർട്ടാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കറക്റ്റാണ് അദ്ദേഹത്തിന് കൊടുത്തത്. പക്ഷേ അന്ന് രാജീവിനുള്ള സുരക്ഷ ഈ VP സിംഗിൻ്റെ മന്ത്രിസഭ അദ്ദേഹത്തിന് പിൻവലിച്ചിരുന്നു, രാജീവ് ഗാന്ധിക്കുള്ള സുരക്ഷ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പര്യാപ്തമാണ്. പക്ഷേ ഈ കോൺഗ്രസ് പ്രാദേശിക പ്രവർത്തകർ ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ലംഘിച്ചു, അത് തടസ്സപ്പെടുത്തി എന്നാണ് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ആദ്യം അന്ന് നരസിംഹറാവു ആണ് പ്രധാനമന്ത്രി. അദ്ദേഹം മരണശേഷം നരസിംഹറാവു ആണല്ലോ വരുന്നത്. അദ്ദേഹം അത് ആദ്യം അംഗീകരിച്ചില്ല. ഇവർ ഈ റിപ്പോർട്ട് സ്വീകരിക്കാനും ഒക്കെ വൈമനസ്യം കാണിച്ചു. പിന്നീടാണ് ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ നടപടിയൊന്നും ഉണ്ടായില്ല. റിപ്പോർട്ട് വാങ്ങിച്ചു വെച്ചു. ജോണിന് ഒരു കാര്യം പറയാം. ജോൺ ഇദ്ദേഹം മരിച്ചിട്ട് 33 കൊല്ലമായി. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്ന, വധശിക്ഷയ്ക്ക് വിളിച്ചിരുന്നവരെ വെറുതെ വിടുന്നതിനൊക്കെ വെറുതെ വിട്ടു. അല്ലെങ്കിൽ അതിന് ഇപ്പോഴത്തെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ടായി. സോണിയാഗാന്ധി ഈ മരിച്ചവരെ ശിക്ഷിക്കണമെന്ന് ഏതെങ്കിലും ഒരു സമയം പറയുന്നതായിട്ട് ജോൺ കേട്ടിട്ടുണ്ടോ? സ്വന്തം ഭർത്താവിനെ കൊന്നതാണ്. ആ സ്ത്രീക്ക് ഇവരെ വെറുതെ വിടണം, വേറെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അവരെ കൊല്ലേണ്ട കാര്യമില്ല, അവർ പൊയ്ക്കോട്ടെ. അതിനകത്ത് 2 അർത്ഥമുണ്ട്. ഒന്നെങ്കിൽ സോണിയാഗാന്ധിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇവർ ടൂൾ മാത്രമാണ്. രാജീവ് ഗാന്ധിയെ കൊല്ലുന്നതിനകത്ത് അവർക്ക് പറയാൻ പറ്റാത്ത ചില ആൾക്കാരുടെ പങ്കുണ്ട്. അല്ലെങ്കിൽ അന്ന് ഈ ബോഫേഴ്സ് കോത്രോച്ചി എന്ന് പറയുന്ന നമുക്ക് പറഞ്ഞുകൂടെ, അവരുമായിട്ട് അയാളുമായിട്ട് ചില ബന്ധങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അതും
ആ ഒരു ഓപ്പറേഷനും ഇതിൻ്റെ മരണകാരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം സോണിയാഗാന്ധിക്ക് ഈ മരണത്തിൻ്റെ കാരണം വളരെ കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ പുറകിൽ കോൺഗ്രസ് ആയാലും നമ്മൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ വ്യക്തിയൊക്കെ ആയാലും. അതുകൊണ്ട് തന്നെയാണ് സോണിയാഗാന്ധി പറഞ്ഞത് ഇവരെ ആരെയും തൂക്കിക്കൊണ്ട കാര്യമില്ല, അവരെ ഇറക്കി വിടുന്നത് തന്നെയാണ് നല്ലത്, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഈ ദുരൂഹമുണ്ട്. പക്ഷേ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും അത് കോൺഗ്രസിന് ഒരിക്കലും വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അത് ആ രഹസ്യം കോൺഗ്രസിന് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഇല്ല. ഇപ്പോൾ തന്നെ ആ തെരഞ്ഞെടുപ്പ് കൊണ്ട് കോൺഗ്രസിന് ഗുണമുണ്ടായില്ലേ? കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നില്ലേ? വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. എനിക്കറിയാം എൻ്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ നയനാർ എന്ന ഈ ഇലക്ഷനെ മുന്നിൽ കണ്ട് നേരിട്ട സമയമാണ് നയനാർ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നമാണ് നയനാർ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്നതിന്റെ കാരണം. എൻ്റെ അടൂർ നിയോജക മണ്ഡലമാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദ്യമായിട്ട് അവിടുന്ന് മത്സരിക്കാൻ വരികയാണ്. അദ്ദേഹത്തിന് യാതൊരു ഗ്രിപ്പുള്ള മണ്ഡലമല്ല. ഇദ്ദേഹം ഈ മരണത്തിന് ശേഷം ഒരു കുടവെടുത്ത് മടിയിൽ വെച്ച് ചിതാഭസ്മമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നിയോജകമണ്ഡലം മൊത്തം ഒരു നടപ്പങ്ങ് നടന്നു. ഇതുപോലെ ഈ മഴ പെയ്യുന്ന സമയമാണ് ഉള്ള അദ്ദേഹം മൊത്തം ചെറിയൊക്കെ തിരിച്ച് എൻ്റെ പൊന്ന് ജോണെ, അദ്ദേഹത്തിന് ആ മരണം, ആ രക്തസാക്ഷിത്വം എത്ര കണ്ട് ഉപയോഗിക്കാമോ അത് കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചു. ചിന്നിച്ചിതറിപ്പോയി രാജീവ് ഗാന്ധിയുടെ ഒന്നുമില്ലായിരുന്നു. രാജീവ് ഗാന്ധി ആ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് പോലും അറിയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ ചെരുപ്പ് കണ്ടിട്ടാണ് വലിയ വലിയ മരണങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തെളിവുകൾ സമർപ്പിക്കേണ്ടതായിരുന്നു. വേറെ എന്തെങ്കിലും അതുപോലെയല്ല. പ്രധാനമന്ത്രി കഴിഞ്ഞ ഇറാഖിന്റെ പ്രസിഡന്റ് മരിച്ചപ്പോൾ അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ താമസമെടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണങ്ങളും പിന്നെ അതിന്റെ അവിടെ ചില രാജ്യത്തിന്റെ ചില നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന്റെ ചെരുപ്പ് മാത്രമേ കിട്ടിയത്. ആ സമയത്താണ് 545 നിയോജകമണ്ഡലത്തിലും ചിതാഭസ്മമായിട്ട് കുടത്തിൽ പോയത്. ഒരു ചിതാഭസ്മം പോയിട്ട് ഒരു മാംസ കഷ്ണം പോലും ആ മനുഷ്യന്റെ ഇല്ല. ആ രക്തസാക്ഷിത്വം പോലും കൃത്യമായിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി, അതായത് ചെലന്തി കുഞ്ഞുങ്ങൾ വലുതാവുന്നത് സ്വന്തം അമ്മയെ ഭക്ഷിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നും ഇന്ദിരാഗാന്ധിയുടെ മരണമായാലും രാജീവ് ഗാന്ധിയുടെ മരണമായാലും ആവശ്യത്തിന് വരുമ്പോൾ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ശിവരശനെ പിടിക്കാൻ അന്നത്തെ അന്വേഷണ സംഘം എത്തിയതാണ്, ജീവനോടെ പിടിക്കാൻ. പക്ഷേ ഏതോ ഒരു ഫോൺ കോൾ ആ ഉദ്യമത്തിൽ നിന്നവരെ പിറകോട്ട് വലിച്ചു. അതിനുശേഷമാണ് ഇദ്ദേഹം പിന്നെ ഇവർ ചെല്ലുമ്പോൾ സൈനൈഡ് കഴിച്ച് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അന്നേ ഇത്തരം ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ കാർത്തികേയൻ എന്ന് പറയുന്ന CBIയുടെ ഡയറക്ടർ, അദ്ദേഹമാണ് CBI ഉദ്യോഗസ്ഥൻ, അദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. പക്ഷേ അതും കള്ളമാണ് എന്ന് MK നാരായണൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞതൊക്കെ അവാസ്തവമാണ് എന്ന് പറയുന്നുണ്ട്. ശിവരശൻ സൈനൈഡ് കഴിച്ചാൽ മരിച്ചെന്ന് ജോൺ അങ്ങനെ പറയാനൊക്കെ ഞാനീ പറഞ്ഞ ഞാൻ എൻ്റെ സംശയം അങ്ങ് ചോദിക്കുക. ശിവരശനെ പിടിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ടൊരു ഫോൺ കോൾ വന്നു. ശിവരശൻ മരിക്കണമെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വർത്തമാനം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ശിവരശനെ സൈനൈഡ് വായിക്കാത്ത ശിവരശൻ കഴിക്കണമെന്നില്ല. അന്വേഷണ സംഘം പറയുന്നത് കഴിപ്പിക്കാനും പറ്റും. അല്ല, ഈ അന്വേഷണ സംഘം പറയുന്നത് മുമ്പ് ഇതുപോലെ ഇവര് രാജീവ് ഗാന്ധി വധത്തിൻ്റെ റിഹേഴ്സൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. ഈ തനു ഉൾപ്പെടെയുള്ള ശിവരശൻ ഉൾപ്പെടെയുള്ള സംഘം ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോഗ്രാഫർ ആ സ്ഫോടനത്തിൽ മരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്കും അന്ന് ഫിലിമാണല്ലോ, ഇന്നത്തെ പോലെ ഡിജിറ്റൽ അല്ല. അപ്പോൾ അതിന് കേടുപാടൊന്നും പറ്റിയിട്ടില്ല. അതിൽ നിന്നാണ് ഇവരാണ് കൊലപാതകം നടത്തിയത് എന്ന് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നത്. പിന്നീടാണ് ഇവരിലേക്ക് എത്തുന്ന LTT ആണ്. അത് ഊഹിക്കുകയാണ്. കാരണം ഇദ്ദേഹം 84 അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്ത വലിയ മണ്ടത്തരങ്ങളിലൊന്ന്, അതൊരു വലിയ മണ്ടത്തരമാണ്. കാരണം ശ്രീലങ്കയിലെ ഈ LTT ആയിട്ടുള്ള പ്രശ്നത്തിൽ ഇദ്ദേഹം സമാധാന സേന അയക്കുന്നു. സമാധാന സേന എന്ന് പറഞ്ഞാൽ സമാധാനമൊന്നുമല്ല അവിടെ ചെയ്യുന്നത്. ഇവർ എന്നിട്ട് അവിടെ യുദ്ധം ചെയ്യുകയാണ് ശരിക്കും പറയുന്നത്. ഈ തമിഴ് വംശജരാണ് അവിടുത്തെ LTTക്കാരെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആളുകളോട് അവർ യുദ്ധം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീതി ഇവിടെയുണ്ടായി, അവിടെയുണ്ടായി. അവസാനം ഈ വിളിച്ചു വരുത്തിയ സിംഹള ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റിന് തന്നെ ഇദ്ദേഹത്തോട് ഇത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടേണ്ടി വന്നു. ഇത് ഭയങ്കരമായി പരാജയപ്പെട്ടു പോയി. അതിനിടയ്ക്കാണ് ഇദ്ദേഹം ഇവിടെ പോകുന്നുണ്ട്, തോക്കുകൊണ്ട് അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. ഈ 12ഓളം LTTക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നത്തിൽ. അപ്പോൾ ഈ ആളുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് LTT ആണ് അന്നേ ഇദ്ദേഹം അധികാരത്തിൽ. അപ്പോൾ ഇദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട് അധികാരത്തിൽ വന്നാൽ LTTയെ ഉന്മൂലനം ചെയ്യും എന്നൊക്കെ രാജീവ് ഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നിഗമനം വെച്ചിട്ടാണ് നമ്മുടെ ഈ ജസ്റ്റിസ് KT തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ
ഈ കേസിനകത്ത് ഉണ്ട്. അപ്പം അദ്ദേഹം ജഡ്ജിയായിരുന്നല്ലോ, സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഈ ഒരു മറ്റു രേഖകളൊന്നുമില്ല, ഇതിനകത്ത് ഞാനൊരു കഥ ഊഹങ്ങളാണ്. വേറെ കഥയും കൂടെ പറഞ്ഞു. ഇപ്പൊ ഈ LTTക്ക് അദ്ദേഹത്തിനോട് വൈരാഗ്യമുണ്ട്, LTT അദ്ദേഹം അധികാരത്തിൽ വീണ്ടും വന്നാൽ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം ആവശ്യമുള്ളവർ നടത്തുന്നു, അത് LTTയുടെ പുറത്ത് വെക്കുന്നു. നിങ്ങൾക്കറിയുമോ, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന്റെ പുറകിൽ ദുരൂഹതയുണ്ട്. ആ ഈ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ അവരുടെ 2 സുരക്ഷാഭടന്മാരെ വെടിവെച്ച് വിടുന്നത്. സുരക്ഷാഭടന്മാർ വെടിവെച്ച് കൊന്നിട്ട് അവരുടെ ഉദ്യോഗം കഴിഞ്ഞിട്ട് അവരെ തോക്ക് തറയിടുകയാണ്. തോക്ക് തറയിലിട്ടിരുന്ന ഒരു സുരക്ഷാഭടനെ പോലീസുകാരൻ വെടിവെച്ചു. ഒരു സുരക്ഷാഭടൻ മാത്രമേ ഈ അല്ലെങ്കിൽ അതിൻ്റെ കേസിനെ നേരിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേ ആണോ എന്ന് തോന്നുന്നു, ഒരു വലിയ മാധ്യമം ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. ഇയാൾ പിറ്റേന്ന് രാവിലെ ഇയാളെ തൂക്കിക്കൊല്ലുകയാണ്. ആ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ പറഞ്ഞത്, ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കൊന്നതല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ താല്പര്യപ്രകാരം കൊന്നതല്ല. അതിനകത്ത് ഒരു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനും ഇല്ല, ഞങ്ങൾ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനും ഇല്ല, ഞങ്ങളുടെ അമ്മയായിരുന്നു, പെങ്ങളായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാമായിരുന്നു, അത്രയ്ക്ക് സ്നേഹമാണ് ഞങ്ങൾ. പക്ഷേ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ അവരെ കൊന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് നിവർത്തി കേടുകൊണ്ട് കണ്ണുമടച്ച് ഫയർ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ തരുമ്പോഴത്തേന് ഇയാളെ വീണ്ടും ജയിലർമാർ പിടിച്ച് ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ദിരാഗാന്ധിയുടെ മരണം ഈ നമ്മുടെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ അല്ലെങ്കിൽ സിഖ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് പകരമായിട്ട് ചെയ്തതാണെന്ന് സിഖുകാരെ ഉപയോഗിച്ച് വരുത്താൻ അന്ന് കോൺഗ്രസ്സിൽ ആളുണ്ടായിരുന്നു. 50 മീറ്റർ അകലെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ധവാൻ എന്ന് പറഞ്ഞ ആള് ഇന്ദിരാഗാന്ധിക്ക് കൊല്ലുമ്പോൾ നിൽക്കുന്നത്. ഈ പേര് നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല, അന്ന് ഉയർന്നു വന്ന പേരാ. അതുപോലെയാണ് ഈ ഇദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടായിരുന്ന LTT ആണ്. LTTയുടെ പേര് പറഞ്ഞു, അത് നടത്തി. അപ്പം കോൺഗ്രസ്സിന് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അറിയാതെയാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും പറയാതെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ എത്രയും കൃത്യമായിരിക്കണം. പറഞ്ഞാൽ മനസ്സിലായുണ്ടോ? ഈ കോൺഗ്രസ് എന്ന് പറയുന്നതിനെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏത് മോശ അവസ്ഥയിലും ഏത് മോശം പരിപാടിയും കാണിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് നമുക്ക് ഈ കൊലപാതകങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പം ഇപ്പം അതിനകത്ത് വേറെ കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ വളരെ കൃത്യമാക്കണമെന്ന് നരേന്ദ്രമോദി തീരുമാനിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കോൺഗ്രസും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ ഈ ഇന്ദിരാഗാന്ധിയുടെ മരണവും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചു, രാഹുൽ ഗാന്ധിയുടെ മരണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചു. ആ മരണത്തിൻ്റെ കാരണക്കാരിൽ ആരാന്നുള്ള കാര്യത്തിൽ ദുരൂഹതയുണ്ട്. അതിനകത്ത് പറയാതെ പറയുമ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുമുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കണം. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ കാലത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരിക്കും. പക്ഷേ ഇദ്ദേഹം ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ എന്ന് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടും ഇരിക്കുന്നോ അത് ബി ജെ പി ഭരണത്തിൽ വരുന്നതിന് വേണ്ടി എത്ര ജോലി ചെയ്യുന്നു അതിൻ്റെ ഇരട്ടി ഫലം ചെയ്യും. അത്രയ്ക്കുള്ളൊരു പ്രതിപക്ഷ നേതാവായിട്ടാണോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി രാഹുൽ ഗാന്ധിക്ക് ഒന്നും പറ്റാതെ നമ്മുടെ നരേന്ദ്രമോദി നോക്കിക്കോളും, സൂക്ഷിച്ചോളും. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി ആവശ്യമാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത് പറഞ്ഞപ്പോഴാണ് 84-ലാണല്ലോ ഇദ്ദേഹം അധികാരത്തിൽ വരുന്നത്, രാജീവ് ഗാന്ധി. അതെ അതെ. 84 വന്നിട്ട് ഒത്തിരി വിവാദങ്ങളിൽ ഇദ്ദേഹം പെട്ടു. പ്രധാനമായിട്ടും ബൊഫേഴ്സ് അഴിമതി. അന്ന് VP സിംഗ് ആയിരുന്നു, പിന്നീട് പ്രധാനമന്ത്രിയായ VP സിംഗ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി. VP സിംഗ് ആണ് ഈ രേഖ എല്ലാം കൊണ്ടുവന്നിട്ട് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പൊതുജനങ്ങളെ അറിയിക്കുന്നത്. അത് കഴിഞ്ഞ് VP സിംഗ് അധികാരത്തിൽ വരികയാണ്. VP സിംഗ് വരുന്നത് BJPയുടെയും ഇടതുപക്ഷത്തിൻ്റെയും കൂടെ പിന്തുണയോടുകൂടിയാണ് വരുന്നത്. 84 ആ അഴിമതി ആരോപണത്തോടുകൂടി കോൺഗ്രസ് താഴേക്ക് പോയി. പിന്നീട് 89-ലെ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് 197 സീറ്റാണ് കിട്ടുന്നത്, ജനതാദൾ 143, പിന്നെ BJP 85 സീറ്റ്, CPM 33, ഇടതുപക്ഷം 33. അങ്ങനെയാണ് 91-ൽ 89 കഴിഞ്ഞ് ആ മന്ത്രിസഭ വീഴുന്നു, ചന്ദ്രശേഖരെ പ്രധാനമന്ത്രിയാക്കുന്നു. 91-ൽ വീണ്ടും ഇലക്ഷൻ. ആ സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 244 സീറ്റ് ഇവർക്ക് കിട്ടുന്നു. BJP 120-ലേക്ക് ഉയരുന്നു, ജനതാദൾ 59-ലേക്ക് താഴുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 91 മുതൽ BJPയുടെ ഒരു വലിയ ഗ്രോത്ത്. ഇടയ്ക്ക് 96-ൽ ഈ ദേവഗൗഡയും IK ഗുജറാളും ഒക്കെ വന്ന ഒഴിച്ച് പിന്നീട് വരുന്നത് വാജ്പേയിയാണ് വരുന്നത്. പിന്നെ 2 ടൈം
UPA മന്ത്രിസഭ. ജോണ് പറഞ്ഞത് ഇപ്പം നമ്മൾ നമ്മൾ അവസാനിപ്പിക്കാം. ജോണ് പറഞ്ഞത് അന്ന് BJP അധികാരത്തിൽ വരുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഈ VP സിംഗ് ഇത്രയും തരംഗമുണ്ടായിട്ട് പോലും ഇത്രയും സീറ്റേ കിട്ടിയിട്ടുള്ളൂ. രണ്ടാം ഘട്ടത്തിലാണ് ഇത്രയും സീറ്റിലേക്ക് കോൺഗ്രസ് വരുന്നത്. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷമാണ് ഇത്രയും ഉണ്ടാകുന്നത്. ആദ്യ ഘട്ടത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാവും വളരെ താഴെ പോയി കോൺഗ്രസ്. അപ്പം BJP അധികാരത്തിൽ വരുന്ന കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക് വരുമായിരുന്നു BJP. ഈ ഒരുപക്ഷെ ഈ മരണം സംഭവിച്ചില്ലായിരുന്നു രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പൂടെ കഴിയുമ്പോൾ. അപ്പം വേണമെങ്കിൽ ഇപ്പോഴത്തെ കൂട്ട് മൃഗീയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവത്തില്ല. BJPക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ആ BJPയുടെ മന്ത്രിസഭ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു രാജീവ് ഗാന്ധി അങ്ങ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലെന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ജനം ചിന്തിക്കട്ടെ. ജോണും ഇത് കഴിഞ്ഞിട്ട് ആലോചിക്കുക. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്താം. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒട്ടേറെ വികസന പ്രവർത്തനം 40 വയസ്സുള്ളപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. ഇന്ന് മോദിക്ക് 72 വയസ്സായി. ഇപ്പം അദ്ദേഹം കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് പ്രാപ്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ട് തുടരാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇന്നും മോദിയുടെ പ്രായം വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ പറ്റും. ഇത്രയും കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെയാണ് വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിച്ചോ എന്ന് നമ്മൾക്ക് അറിയത്തില്ല. 47-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടും വളരെ അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ ഭീകരത കൊണ്ടും വളരെയധികം ദുഃഖത്തോടു കൂടി നമുക്ക് ഈ ടോക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.